ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നല്ല, നമ്മൾ വീണ്ടും ഒരു അരവണനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈ റെഡ് അരവണ. അപ്പോൾ നമുക്ക് അരവണ ഒന്ന് കാണാം. അതേപോലെ നമ്മളെ കിവീനെ കുറേ നാളയിൽ കണ്ടിട്ട് കിവി ഇതാ നമ്മുടെ ബാക്ക് ടു പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. കിവിക്കുട്ട ഭയങ്കര എന്താണ്, കിവിനെ മാത്രമേ നമുക്ക് ഇത്ര ധൈര്യത്തിൽ ഇരുത്താൻ പറ്റുള്ളൂ. ബാക്കി ഏതോടും ഒരു ട്രീറ്റ് കൊടുക്കുക. അടുക്കടാ, സിറ്റ്. ഓ ഗുഡ് ബോയ്. പിന്നെ അതുപോലെ നല്ല വെയിൽ കിട്ടീനി നമ്മളെ സെറാമ ചിക്കൻ കിടക്കുന്നുണ്ടാ. ഇതേപോലെ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെ കേട്ടോ. ചില ദിവസങ്ങളിൽ ഇതേപോലെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലും ഇതേപോലെ നമുക്കൊരാവേശം ഇവരെല്ലാം ഈ ഒരു എന്താ പറയുക സന്തോഷം കാണുമ്പോൾ ചത്ത പോലെ കിടക്കുന്നല്ലേ. ഓ ഏതാണ്, കിടന്നോട്ടെ. അതുപോലെ നമ്മുടെ സൽക്കട്ടെല്ലാം വേണ്ട കറക്റ്റ് വെയിലത്ത് വന്നിട്ട് നിൽക്കുന്നേ. എന്താ ബേബി അത്യാവശ്യം സൈസായേ. അതിൽ യുവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നാച്ചുറലായിട്ടുള്ള വെയിൽ കിട്ടുമ്പോൾ നേരം ഇവരുടെ ഒരു സന്തോഷം എല്ലാ ജീവികൾക്കും. അതുപോലെ ഇതാ ഇപ്പം നമ്മുടെ റെഡ് ഇയർ സ്ലൈഡർ എല്ലാവരും ആ വെയിലങ്ങ് ആസ്വദിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മളും എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ വെയിൽ തട്ടിക്കേണ്ട ജീവികളൊക്കെ പുറത്തേക്ക് വിടുവേ. നമ്മൾ ഇഗ്വനെ കണ്ട ഇവിടെ വെയിൽ കിട്ടുന്ന നമുക്ക് അവിടെ തന്നെ പോവാ. ഈ വാടാ സൈസ് കയറിയേ, നമ്മളെ പഴയ ഗൂസിൻ്റെ സൈസായില്ലേ. ടാടാ നിൽക്കടാ. ഇവരൊന്നും നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് ആ ഒരു വൈൽഡ് ക്യാരക്ടർ ഉണ്ട് കേട്ടാ. അല്ല ഇതാര്, ഇത് നമ്മളെ മോന് ആദമിതാ. ഇതെന്താ അതിന് കുറേ ആയി കണ്ടിട്ടല്ലേ. അതം വാ. അതമാന്നിപ്പോൾ കാലിക്കറ്റ് കേട്ടാ. ഇതാ തൊട്ടെ വാ. ഒരു കിസ്. അതുപോലെ നമ്മുടെ ഇതാ ചെയറിനോട് റക്കൂണ് കളിക്കുന്നുണ്ട്. റക്കൂണ് ഇവന് ഭയങ്കര നോട്ടിയാണ് കേട്ടാ. ഒരു രക്ഷയില്ല. കളി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. എന്നാൽ അത്യാവശ്യം കടിയെല്ലാം കിട്ടുന്നുണ്ടല്ലേ. ഭയങ്കര രസമാണ് കേട്ടാ. അതാണ് നമ്മുടെ റോക്കറ്റ് ബേബി. റോക്കറ്റ് എന്ന് വിളിക്കൽ. അപ്പം നമുക്കൊരു കാര്യം ജസ്റ്റ് അതിനെ കാണാം. നമുക്ക് ഇവനെ ഉണ്ടല്ലോ ഒന്ന് പുറത്തിറക്കിയിട്ട് വരാം. സേർ ഒരു മിനിറ്റടാ. വലൈക്കും അസ്സലാം. നല്ലെന്നേ. വേറൊരു കാര്യം കാണിച്ചായിരുന്നോ, നമ്മുടെ കാളവണ്ടി നല്ല പോളിഷെല്ലാം ചെയ്ത് നല്ല കൂട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇതാ നമ്മളാ സീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി പുതിയ സെറ്റപ്പിൽ സീറ്റാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന് കുറേ ഹോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം മാറ്റി ഇപ്പം നല്ല പോളിഷ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയുണ്ട് പോളിഷ് ചെയ്തിട്ട്? ഇഗ്വാൻ്റെ ഇതുണ്ടോ സന്തോഷം കണ്ട വെയിലത്താക്കുമ്പോഴേക്ക്. വെയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒട്ടുമിക്ക ചെയ്യുള്ളൂ. ഇതുണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഇഗ്വാനെ പുറത്തതാ. നമ്മൾ ജസ്റ്റ് ഇറക്കി വിട്ടാൽ തന്നെ ഇവർ വന്നിട്ട് നമ്മുടെ ലോണിൽ വന്ന് ഇരുന്നോളും. അപ്പം നമ്മൾ മീനിനെ കാണിക്കാനല്ലേ തുടങ്ങിയേ. വാ. നമ്മളെ പ്രേമച്ചി റക്കൂണിൻ്റെ കേജ് വൃത്തിയാക്കുന്നത് കാണുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? ആർക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കുന്നത്? റക്കൂണ്ണ അനക്കൊണ്ട വരുന്നത്. അനക്കൊണ്ടനെ കയറ്റാൻ വേണ്ടിയിട്ട് മൊത്തം ഒന്ന് അരിച്ചിതാക്കുന്നതാണ്. പക്ഷെ റക്കൂണ്ണെ തന്നെ ആക്കും. പക്ഷെ നല്ല കംപ്ലീറ്റ് പാപ്പാ കാണിച്ചിട്ടെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഉണ്ട്. റക്കൂൺ അത്യാവശ്യം വൃത്തിയേടാക്കുന്ന ആളാണ് കേട്ടോ. എല്ലാ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അതേപോലെ ഇവിടെ എല്ലാവരും ഈ വയറിൻ്റെ കേസ് പറഞ്ഞത്, ഇത് നമ്മൾ കണക്ഷനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വയർ അങ്ങനെ ജസ്റ്റ് ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കാര്യം പറയണ്ടേ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എനിക്കൊന്ന് നമ്മൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ എന്ന് തോന്നി കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ വീഡിയോ നിർത്തുന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കുറേ വീഡിയോ നിർത്തിക്കല്ല എന്നിട്ട് നിർത്തുന്നല്ല പറഞ്ഞത്. എന്താ പറയുക, ഞാൻ ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞതാ. ഓക്കെ, വീഡിയോ നമ്മൾ നിർത്തുന്നൊന്നുമില്ല. നിർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാലം കഴിഞ്ഞ് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതുപോലെ നമ്മുടെ ഇപ്പോൾ കയ്യിലെടുത്ത് കൊടുക്കുന്ന നമ്മുടെ ഓറഞ്ച് വിങ്ഡ് ആമസോണിൻ്റെ ബേബിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലുതായി അല്ലേ. ഹാൻഡ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒറ്റ നേരം മാത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. കയറടാ. കയറാനൊക്കെ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ കയ്യിലെടുത്തെടുത്ത് നിൽക്കുമ്പോൾ മാത്രം തന്നെയാണ് ആ ഒരു ടൈമിങ് പോവാണ്ടിരിക്കുവേ. പിന്നൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ കുറുക്കന് പേരണ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ക്വാറന്റൈനിലുള്ളത്.
അപ്പോൾ പിന്നെ നമ്മുടെ ജബക്ക് ഒരു കൂട്ട്, ഓക്കെ, ഒരു മെയിലിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിടുന്നതൊക്കെ കാണിച്ചു തരാം. പെട്ടെന്ന് ഒരുമിച്ചിട്ട് അടികൂടോന്ന് അറിയില്ല. ഇതാ നമ്മുടെ റക്കൂൺ ബേബിക്കുള്ള ഫുഡാണ്. റക്കൂണ് ഫുഡ് കൊടുക്കുമ്പോൾ ഭയങ്കര അഗ്രസീവ് ആണ്, ചിലപ്പോൾ നല്ല കടിയൊക്കെ കിട്ടും. അത് കയറ്റിക്കോ, തിന്നു വെച്ചു കൊടുക്കാല. ഡേടാ റോക്കറ്റ് റോക്കറ്റ് റോക്കറ്റ്, വാ 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 വാ. ആ ഫുഡാണ് ചേർന്ന് ഓടി വരും കേട്ടാ. എന്നാ വിചാരിക്കാം അടുത്ത്. ഇവന് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ മീറ്റ് എല്ലാം കഴിക്കൂട്ടാ. ഈ ഫുഡ് അഗ്രഷനുള്ള ജീവിനെ പിന്നെന്താ പറയുക, നല്ലൊരു രസമാണ്. കാരണം കൊടുക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ ഫുഡൊക്കെ കഴിയുമല്ലോ. എന്താ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൈ കൊണ്ടുപോയാൽ, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടെന്ന് തോന്നില്ല, അത് ഇൻസ്റ്റയിൽ ഇട്ടില്ല, എൻ്റെ കൈ അടിച്ച് പറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മീനല്ലേ കാണാൻ വിചാരിച്ച് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് പോവാം. വാ, നമ്മളെ പിന്നെ പ്ലാറ്റിനം കാറിൻ്റെ കൂടെ നമ്മൾ ഗോൾഡൻ കാറിനെയും കൂടി നമ്മൾ വലിയ ടാങ്കിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പഴയ മോൺസ്റ്റർ ടാങ്ക് എന്ന് പറഞ്ഞല്ലേ, കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം സൈസായിട്ടുണ്ട്. അതുപോലെ ഇട്ട ഉടനെ ഇവരുടെ വാല് കംപ്ലീറ്റ് കടിച്ച് മറ്റേ അരിപ്പ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ വാലുണ്ടായിരുന്നു ശരിയായിപ്പോൾ, ചെറിയ ഭാഗമേ ശരിയാവാനുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ മെഡിസിനൊക്കെ ചെയ്തതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് ശരിയായിട്ടുണ്ട്. അതുപോലെ നമ്മൾ വലുതിനൊക്കെ ഉണ്ടാ അങ്ങനെ തന്നെ വെക്ക്, ക്യാമറ അങ്ങനെ വെച്ചോ, അത് തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാം. മാക്സിമം സെൻറ്ററിൽ പിടിച്ചോടാം. ഓക്കെ, അത് താഴ്ത്തി പോയി. ഓക്കെ, ആ സൈസ് മനസ്സിലാകുന്നില്ലല്ലേ ക്യാമറയിൽ? അത് 0.5 ഒരു മിനിറ്റ്. ഓക്കെ, വരുന്നുണ്ടാ. ഇടയ്ക്ക് വാ ഇങ്ങനെ കറക്റ്റ് തുറക്കും, ആ സമയത്ത് അതിൻ്റെ പല്ലും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇല്ല, കത്തി കിട്ടിയില്ല. സൈസ് ഉണ്ടേ, നല്ല സൈസായി കണ്ടാ. ഞാൻ തന്നെ വെടിവെച്ച്. അതുപോലെ ഗോൾഡനും അത്യാവശ്യം നല്ല രസമായി, പക്ഷെ കളർ മനസ്സിലാകുന്നില്ലല്ലേ ഇടുന്നു. പിന്നെ നമ്മൾ അരാപ്പയ്മ കുട്ടന്മാരും അത്യാവശ്യം നല്ല സൈസ്, നല്ല മാറ്റം വന്നിട്ടുണ്ടേ. ഇതുണ്ടേ ഇപ്പോൾ സൈസ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകണ്ട. സൈസ് നോക്കിയേ, ഒന്ന് ഫീഡ് ചെയ്താലോ? വാ, ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്തിട്ടുണ്ട് പോയി. ഇത് ക്യാമറയിൽ കറക്റ്റ് കാണുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? രാത്രി എടുക്കണം വീഡിയോ. ആ, ഇപ്പം കാണുന്നുണ്ട്. ഇല്ല കിട്ടുന്നില്ല. വാ ഇങ്ങനെ കയറി, വാ കയറി. ആ ഇതെണ്ടാ, കഴിഞ്ഞ ആഴ്ചത്തെ 14 മില്യണാണ് ഇവൻ്റെ വീഡിയോ കണ്ടത് കേട്ടാ. എന്താ കാരണം, നമ്മൾ കയ്യിൽ ഒരു ടീച്ചർ വന്നിട്ട് പിന്നെ അരാപ്പയ്മക്ക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് വന്നിട്ട് അടിച്ചുകൊണ്ട് പോയതാണ്. ആ അടിച്ചുകൊണ്ടുപോയ വീഡിയോ നമ്മളെ കാരക്കുട്ടി ദാസൻ്റെ ഓഡിയോയും കൂടി ചേർത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 14 മില്യണാണ് ആ വീഡിയോ പോയത് ഇൻസ്റ്റഗ്രാമിൽ. ഭയങ്കര വ്യൂ. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ വന്നിട്ട്, ഇത് അയില എന്നേ കൊടുക്കുന്ന അയില. എൻ്റെ അടുത്ത് വന്നിട്ട് വാങ്ങിക്കാൻ ചാൻസ് കുറവാണേ, പക്ഷെ പൊതുവെ ഭയങ്കര നോട്ടിയാണ്. നോക്കുന്നുണ്ടാ? ഇതാ മീനിൻ്റെ പകുതി കട്ടാക്കിയിട്ട് കഴിക്കുന്നതാണേ. നമുക്ക് കുറച്ച് ടൈറ്റ് പിടിക്കാം. ഇതാട് എവിടെയും കൊണ്ടുപോയി കടിച്ചത്. ഒന്നുകൂടെ, ബാക്കി പോയതും കൂടെ. ഇതാ പീസായിട്ട് നല്ല ടൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പീസായിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ വിരൽ വെച്ചാൽ എന്തായിരിക്കും, അങ്ങനെ പോകില്ല കേട്ടോ. നമ്മളെ ഈ മീനിൻ്റെ ഇത്ര ഒന്നല്ലല്ലോ നമ്മളെ വിരൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ വലിക്കുകയും ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ലൈൻസ് വരും കേട്ടോ. വിരൽ കട്ടായിട്ട് പോകുന്നില്ല എന്നാ വിചാരിക്കുന്നു. ഓക്കെ, ഓ സൈസ് കണ്ടാ. ഇപ്പോൾ ടാങ്ക് മാറ്റി പണിയേണ്ടി വരുമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്, പക്ഷേ അതിനുള്ള സൗകര്യം എന്തായാലും നമുക്കില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ഫീഡിങ് ആണ്. നമ്മളിവിടെ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഇതിനെ ഫീഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ തീറ്റയും കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് ഇവരെ ഗ്രോത്തും ആകുന്നുണ്ട് കേട്ടോ. നല്ല സൈസ് കയറിയില്ലേ? നോക്കിയേ, ഏതാ സൈസ് നോക്കിയേ. തൊട്ട് ആ
നല്ല രസമുണ്ട് ഇങ്ങനെ ഭയങ്കര ഉറപ്പുള്ള സ്കെയിലാണ് ഇതല്ല. തലഭാഗത്ത് തൊട്ടൂടെ എന്നുള്ള കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. തൊടൂല കേട്ടാ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഫുള്ളായിട്ട് സ്ക്രാച്ച് ആക്കിയിട്ട് നടക്കാൻ പറ്റൂല. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഒരു മീൻ കൊടുക്കാണ്ടിരിക്കൽ മോശമല്ലേ. ബാ ഇങ്ങോട്ടാ. കാത്തു ഡാ ഇങ്ങോട്ടാ. ബാ ഇങ്ങോട്ടാ. ഇങ്ങോട്ട് വാ. ആ വീടിൽ തന്നെ കൊടുത്ത് ശീലിച്ചോണ്ട് തന്നെ എടുത്തന്നെ നിൽക്കുക. കഴിച്ചോ. വേണ്ടട്ടാ, ഇത്ര അഹങ്കാരോ. തിന്നടാ തിന്നോ ശരിക്കും തന്നെ. വേണ്ട അഹങ്കാരം. കഴിച്ചോടാ. ഓ സിമ്പിൾ. ആ റക്കൂൺ ഇപ്പോൾ കൊടുത്ത ഫുഡില്ലേ, ഒരു പ്ലേറ്റ് ഫുള്ള് കൊടുത്തില്ലേ, കംപ്ലീറ്റ് ഫിനിഷ്. ഇങ്ങനെ ആയിരിക്കണം ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫിനിഷ് ചെയ്ത് എല്ലാവരെയും ഫീഡിങ് ടൈമാണ്. എല്ലാവരും കഴിക്കുന്നുണ്ടാ. എല്ലാം ഇതേപോലെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യും. രണ്ട് ബദാം കൊടുക്കാമല്ലോ, ഒരു ബദാം കൊടുക്കാം. ബദാം പൊട്ടിച്ച് കഴിക്കോട്ടാ, ടേസ്റ്റ്. ഉണ്ടോ? എനിക്ക് അധികം ബദാം പറ്റൂല, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഞാനൊരു ട്രീറ്റ് പോലെ ഓരോന്ന് കൊടുക്കും. അതെ, സബ്സ്ക്രൈബർ ആണല്ലേ. വീഡിയോ കണ്ടാൽ കുഴപ്പമില്ലെങ്കിൽ കണ്ട തന്നല്ലേ. ഓക്കെ, എവിടെ സ്ഥലം? എവിടെ? തൊടുപുഴ. ഇങ്ങോട്ടേക്കായിട്ട് വന്നതാ? ഓ അങ്ങനെ. ഓക്കെ, തൊടുപുഴയിൽ നിന്ന് പെറ്റ് സ്റ്റേഷൻ കാണാനായിട്ട് വന്നാട്ടാ. അപ്പോൾ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞു. എന്താ പേര്? ജിൻസി, സോണി. ഓക്കെ, ടീം മൊത്തമായിട്ടുണ്ടല്ലേ. ഓ, ഒരു വലിയ ബസ് വന്നിട്ടുണ്ടത്. ആ ഓക്കെ. അപ്പോൾ എല്ലാവരെയും വീഡിയോയിൽ കണ്ട് പരിചയപ്പെട്ടാൽ തന്നെ ഇന്നത്തെ വീഡിയോ അവസാനിക്കും. ആ ആയിക്കോട്ടെ. മെല്ലനെ കണ്ട് പോണേ. ഓരോ കൂടും മെല്ലനെ നോക്കി പോണേ. ആ ഒരു ദിവസം വാ. ഓക്കെ, അവർ തൊടുപുഴയിൽ നിന്ന് ടീമായിട്ട് വന്നാട്ടോ. ബസ്സിൽ എല്ലാവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതലുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇതൊരു രസമാണ്. ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാരും നമ്മളെ നോക്കിയിട്ട് വരുന്നതും ഇതെല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ ബസ്സിലൊക്കെ വരുന്ന ടീമായിട്ട് വരുന്നവർക്കൊക്കെ പാക്കേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം ആക്കിയിട്ടുണ്ട്. ഗൈഡ് സംവിധാനം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൈഡ് നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ഗൈഡ് ഒപ്പരം പോകുന്നൊരു സിസ്റ്റം. അപ്പോൾ നോർമലി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു പോകുന്ന ഇത് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഗൈഡുകൾ നമ്മളെ പിള്ളേരെ തന്നെ ഗൈഡായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വന്ന് കണ്ടു കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് പറയുന്നത്. എന്നാൽ അവർക്ക് പെറ്റിങ്ങിനുള്ള സൗകര്യം കൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരാളെന്നെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു സമയം ആവും ചെയ്യും. എന്നാൽ എല്ലാ ജീവികളെയും നമുക്ക് എടുത്തു കൊടുക്കാനല്ലേ, നമുക്ക് ഇവിടുന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒട്ടുമിക്ക ജീവികളെയും കയ്യിൽ എടുത്തു കൊടുത്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഗൈഡിങ് സിസ്റ്റം. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗൈഡിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ, അതിന് ചാർജബിൾ ആണ്. പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പിന്നെ ഒരു ദിവസം ഒരു ഗൈഡിന് ഒരു 3 ആളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും സമയം എടുത്ത് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളെ സിക്ലിറ്റ്സൊക്കെ അത്യാവശ്യം സൈസായി സെറ്റായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്വേറിയം കാണിക്കുന്ന കൂട്ടത്തിൽ എല്ലാ അക്വേറിയം ഇങ്ങനെ ഒന്ന് കാണിച്ച് പോകാമെന്ന് വിചാരിച്ചാണ്. അയ്യോ, കൂട്ടത്തിലെ കൊമ്പനെ കാണിച്ചിട്ട് നമ്മളെ കോയി ഫിഷ്, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം. അതുപോലെ നമ്മുടെ ടെറാറിയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടായതുകൊണ്ടില്ല ചെറിയൊരു, അല്ലെങ്കിൽ ആ ഫേണൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു AC റൂമിൽ സെറ്റാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ എണ്ണം കുറഞ്ഞു അല്ലേ, കുറച്ചധികം എണ്ണ ഇടണം. ഒരു 10-500 എണ്ണം ഒരുമിച്ച് ഇടണം അല്ലേ, എന്നാലേ ഭംഗി കിട്ടും. അതുപോലെ മറൈൻ പിന്നെയും കുറേ എണ്ണം നമുക്ക് മിസ്സായി പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ നമ്മൾ ചെയ്തൊരു പരിപാടി ഉണ്ടായില്ലേ, കടലിൽ നിന്ന് നല്ല നല്ല മീനിനെ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് ഇട്ട് അതിന് പിന്നെ കുറച്ച് കാലം എന്താ പറയുക ഫൈറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അധികം ചത്തുവെന്ന് പ്രശ്നം ഉണ്ടാവില്ല. വേറെ മീനിനെ കിട്ടുമ്പോൾ എന്നെ ഇടുമ്പോൾ അടി കൂടിയിട്ടൊക്കെ ചത്തു വന്നത്. 2 ബമ്പിൾ ബീ ഗ്രൂപ്പറിനെല്ലാം കണ്ടിട്ടില്ലേ, ലാസ്റ്റ് അത് ഇല്ലീഗലാന്ന് പറഞ്ഞിട്ട് നമുക്ക് കടലിൽ തന്നെ തിരിച്ചു വിടേണ്ടി വന്നത്. അത് കുറേ കാലം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5 വർഷം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഓർമ്മയില്ല എല്ലാവർക്കും, നമ്മളെ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അതുപോലെ നമ്മുടെ പിന്നെ സ്നാപ്പിംഗ് ടേർട്ടിൽ
ഞാൻ ഇന്ന് മീനിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ പ്ലാൻ ഇട്ടെന്നാ അറിയാം. നമ്മളപ്പുറത്തൊരു ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈടെ ഒരാളുണ്ട് കണ്ട, എൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ടാ ഒരു വാഹ സ്നേക്ക് ഹെഡ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പുതിയ കൊണ്ടുവന്ന അരോണ. ഇതിൻ്റെ പേരാണ് സൂപ്പർ റെഡ് കേട്ടോ. നമ്മളെ മുന്നേ കണ്ട അരോണേക്കാൾ, നമ്മളെ കയ്യിലുണ്ടായ മുന്നേ ഉണ്ടായ അരോണേക്കാളും ബഞ്ചാർ റെഡാണ് മുന്നേ ഉണ്ടായത്, അതിനേക്കാളും നല്ല റെഡുള്ള സൂപ്പർ റെഡ് അരോണയാണ് ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചത്. സൈസ് കുറച്ച് ചെറുതാണ്, പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ പീകോക്ക് ബാസ്, അതുപോലെ കുറച്ച് മോൺസ്റ്റസ് ഫിഷിനെ വേറെയും കൂടി ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പം പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ഫുഡ് കൊടുത്തിട്ട് എക്സ്ട്രാ വന്നു പോയി കഴിഞ്ഞാലാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാൻ. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും വരില്ല. കാരണം ഫുഡ് അവൻ എടുത്തില്ലെങ്കിൽ അടുത്ത ആളുടെ അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടം പോലെ ടീമുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഈ കാര്യത്തിലില്ല. അപ്പോൾ നമ്മളെ അരോണയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയണം. നമ്മൾ മുമ്പത്തെ അരോണ പെട്ടെന്ന് ഒരു ദിവസം ചത്തുപോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, വലിയ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളിലായി. പിന്നെ ഇതിൽ എന്തായാലും ഈ ചാവലും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാവും കേട്ടോ. അത് ഉള്ളത് തന്നെയാണ്, നമ്മൾ നോക്കാനിട്ടൊന്നുമല്ല. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റലി ഇങ്ങനെ സംഭവിക്കുന്നത് അപൂർവമായിട്ടുണ്ടാവും. പിന്നെ ആയുസ് എത്തിയിട്ട് ഇതെല്ലാം സംഭവിക്കുന്നുണ്ടാവും. ഇത് കാണിക്കാനാണ് ഞാൻ വന്നിട്ടോ. ഇതെന്താ സംഭവം എന്നറിയാം, നമ്മളെടുത്തൊരു സ്റ്റാഫിൻ്റെ പരിപാടി തന്നെ മണൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കൂട്ടി നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇത്ര കലാപരമായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടാ. ഞാൻ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴേക്ക് ഭയങ്കര സംഭവം. ഇതെന്താ നോക്കുമ്പോഴേക്കെ ഇത് കാണുന്നത് സെറ്റപ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടാ. ഈ അയ്യോ മിസറിൻ്റെ കൈ തട്ടിയിട്ട് അത് പൊട്ടിപ്പോയി. ഇതിനകത്തൊരാളുണ്ടേ, ഇതാ നമ്മളെ അന്നുണ്ടായ ഞണ്ട്, ഓൻ ജീവനോടെ തന്നെ ഉണ്ട് കേട്ടോ. ചെറിയ മാംസെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനിക്ക് ഇങ്ങനെ ഒരു പൊത്തെല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. കൈയോടെ എടുക്കട്ടെ, എന്നാലും ഇത് പൊട്ടിപ്പോവും. എന്തായാലും പണിയെടുത്ത് ആക്കിയതാണേ. ഇതാ നമ്മുടെ സ്പൈനെല്ലാം അത്യാവശ്യം നല്ല സൈസായേ. ഓക്കെ, പിന്നെ നമ്മുടെ താറാവ്, ഇതിന് 2 കുട്ടികൾ കിട്ടിയില്ല കേട്ടോ. ആദ്യം കുട്ടി 6 എണ്ണം നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടേ. ഇപ്പോൾ അടുത്ത് വരുന്ന 2 കുട്ടികൾ കിട്ടിയില്ല. എന്നെ മുട്ടിട്ട് കിടക്കുന്നുണ്ട്. ഓരോ സെറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താ കാണണ്ടേ? ഇനി കോഴി ഫിഷിനെയും കാണണം. വേറെ പിന്നെ നമ്മുടെ പാരറ്റിനെയും വാഹനയും കൂടി കാണാം. ഓക്കെ, ബാ. നമുക്ക് ആദമിനെ കൊണ്ട് ഫിഷിനെ ഫീഡ് ചെയ്യിപ്പിക്കാം. അവന് പണ്ടേ സ്ഥിരമായിട്ട് ചെയ്യുന്ന നെയ്പ്പീനോടൊന്നും വലിയ താല്പര്യമില്ല. അതേപോലെ ആഫ്രിക്കയിൽ നിന്ന് പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാ. വീഡിയോയിൽ കാണിക്കട്ടെ. അതാ ഇവരെല്ലാം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടാ. ഇവരുടെ അനിത, അതാ അനിത എന്ന് പറഞ്ഞ ആൾ നമ്മുടെ പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ നിന്ന് വന്ന. പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നല്ല കേട്ടോ. കേരളത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഈ സ്ഥലം ഒന്ന് എന്തായാലും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നെന്ന് പറഞ്ഞ്. പക്ഷെ അവർ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന യൂട്യൂബ് നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടെന്ന് തോന്നട്ടാ. ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകുതി വരെ കണ്ടിട്ടത്ര. എനിക്കൊന്ന് ഒരു 2 മണിക്കൂറിന് മേലെ ആയി അല്ലേ. അവർ വന്നിട്ട് 2 മണിക്കൂറിന് മേലെ ഇപ്പോൾ ഓൾറെഡി ആയി. പകുതി സ്ഥലം കണ്ടിട്ടത്രേ. ഇനിയും ബാക്കി അതേപോലെ പകുതി തന്നെ കാണേണ്ടത്രേ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് ഉള്ളത് കൊണ്ട് മെല്ലെ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ട് മെല്ലതേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ ഇതുവരെ പറഞ്ഞതിൽ ഭയങ്കര അഭിപ്രായം പറഞ്ഞ്. ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അതെന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, വാ, അത് നമുക്ക് കൊടുക്കാം. കൊടുക്ക്, അവിടെ ഇരുന്നോ, ഇരിക്കുക. ഓക്കെ, കൊടുക്ക്, ഇങ്ങനെ പിടിക്കടാ. ഇഷ്ടമായി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക.
ബ്ലാക്ക് എവിടെ? ബ്ലാക്ക് എവിടെ? ബ്ലാക്ക് എവിടെ? ബാ, എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തേ. ബാ 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 ബാ. ഓക്കേ, വാ. ആ ഓക്കെ, ഇനി ഞാൻ ഇവനാ കുറച്ച് വെറുതെ ഫീഡ് ചെയ്യിപ്പിക്കാം. കുറേ നേരം വീഡിയോയിൽ കണ്ടാൽ ഇതാവില്ലേ. അപ്പം നമുക്ക് അതിന് ശേഷം ഞാൻ കുറച്ച് ഇവനിക്ക് ഫുള്ള് കൊടുക്കട്ടെ. എന്നെ കൊണ്ട് ഇത് ആരാപ്പം ഇവനെ ഫീഡ് ചെയ്യിപ്പിക്കാന്ന്. ഇവൻ മുന്നേ വന്നിട്ട് ഇതിൽ കൈമുക്കിയിട്ട് ആ പേടിയുണ്ട് അത്രേ. അപ്പോൾ അതുകൊണ്ട് ഒറ്റക്ക് ഇടുന്നില്ല. ചിരിക്കാന്ന്. എന്തേ അടച്ചോനെ. എടുത്തോ. എന്നാ ആ ആ വാ. ആ ഇഷ്ടായി കേട്ടോ. ഓക്കെ വാ. ഓക്കെ, ഗുഡ് ബോയ്. കൊടുക്ക് 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 കൊടുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത കേജിലേക്ക് പോവാം, അടുത്ത അക്വേറിയത്തിലേക്ക്. വാ 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 വാ. ഏയ് ആരാന്നിത്? ഹണി. ഇതാ നമ്മളെ ഹണിൻ്റെ ഇതൊക്കെ ശരിയായി കേട്ടാ. തിന്നാൻ കൊടുത്തതിൻ്റെ. നിന്ന മൃഗങ്ങൾക്ക് നന്ദി ഉണ്ടാവുന്നെല്ലാം പറയുമ്പോൾ ഏതായിട്ട് ഈ സ്നേഹം കാണിക്കൽ ഇങ്ങനെയാണ്. ഇവന് ഞാൻ പറഞ്ഞില്ല, ഒരു പഴുപ്പൊക്കെ ഉണ്ടായിനി. എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി സെറ്റായിട്ടുണ്ട് കേട്ടാ. ഇതാ എല്ലാം അടിപൊളിയായി. അപ്പോൾ രോമൊക്കെ പോകുമ്പോഴേക്ക് ആളാകെ പകുതിയായി പോയി അല്ലേ? ഇല്ലടാ വേണ്ട. എന്നാ ആ നീ ഒന്ന് പിടിച്ചേ. ബാക്കിൽ വന്നിട്ട് ഇടിച്ചാൽ കഴിയില്ല. ഓക്കെ ബാ. അപ്പോൾ നമ്മുടെ നീലവാഹൻ്റെ സൈസ് നോക്കിയേ. നല്ല ഫുഡൊക്കെ എടുത്ത് നല്ല കട്ടായിട്ടില്ലേ? ഓക്കെ, ഏതാ കളറ്? ആ ക്യാമറ കാണുമ്പോൾ ഇടിക്കാൻ വരുന്നുണ്ടാ. നല്ല കളറായില്ലേ? സൈസ് നല്ല ഹെവി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസൊന്നുമല്ല. നമുക്ക് വീഡിയോയിൽ എങ്ങനെ മനസ്സിലാകുന്നറിയില്ല. ദാദാ 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 ബാ. ഭയങ്കര മഞ്ചായില്ലേ? ഇനി അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റണമെന്നുണ്ടേ. പക്ഷേ മാറ്റിക്കഴിഞ്ഞാൽ ഈ കളറും കാര്യങ്ങളെല്ലാം കുറേ നാളത്തേക്ക് പോകും. അപ്പം പിന്നെ മാറ്റാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. ഇതിൻ്റെ അകത്ത് നല്ല ആൽഗെല്ലാം കയറിയിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള പിന്നെ ഫീലും വന്നില്ല കേട്ടോ. അവർക്ക് ശരിക്കും മറ്റേ തടാകത്തിലെല്ലാം ജീവിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. സ്പേസ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം ആംബിയൻസ് എല്ലാം ആയിക്കൊടുത്തിന് സെറ്റപ്പ് എല്ലാം ഉണ്ട്. അതുപോലെ ഈ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ ഗോൾഡൻ കാറിനെ മാറ്റിയതേ. ഇനി അങ്ങോട്ടേക്ക് മാറ്റി. അതുപോലെ നമ്മുടെ പാരറ്റൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പീക്കോക്ക് ബാസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ താഴെ കാണുന്നുണ്ട് പീക്കോക്ക് ബാസ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു മീനിനെ നിങ്ങൾ സജസ്റ്റ് ചെയ്തു കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആരെ വേണ്ടതെന്നുള്ളത് പറയണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.